എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നടൻ ദിലീപ് ശങ്കർ മരിച്ചതിന്റെ ഞെട്ടലിലാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്. അതേസമയം മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹം കഴിഞ്ഞിരുന്ന മുറിയിൽ നിന്നും കരൾ രോഗത്തിനുള്ള മരുന്ന് കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി. അതിനിടെ ഇപ്പോഴിതാ നടനെക്കുറിച്ചുള്ള കുറിപ്പ് പങ്കിട്ടെത്തിയിരിക്കുകയാണ് അവതരികയായ റാണി ശരൺ. മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ നടൻ തന്നെ വിളിച്ചിരുന്നതായും എന്നാൽ ആ കോൾ തനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ലെന്നും നടി ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: മോളെ, നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട്, പറഞ്ഞോളൂ ദിലീപേട്ട, ഞാനിപ്പോ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് കോൾ കട്ട് ആയിരുന്നു. ഉടൻ തിരിച്ചു വിളിച്ചെങ്കിലും നമ്പർ ബിസി എന്നാണ് കേട്ടത്. ഇടവേളകൾ ഇട്ട് പിന്നെയും വിളിച്ചിട്ടും അത് തന്നെ. അപ്പോ ഞാൻ വാട്സ്ആപ്പിൽ വോയിസ് ഇട്ടു. തിരിച്ചു വിളിക്കുമ്പോൾ നമ്പർ ബിസി പറയുന്നു. ഫ്രീ ആവുമ്പോൾ തിരിച്ചു വിളിച്ചോളൂ, സംസാരിക്കാം എന്ന് പറഞ്ഞു. അന്ന് 26-ാം തീയതി രാവിലെ മഞ്ചേരിയിൽ ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ദിലീപേട്ടന്റെ കോൾസ് വന്നത്. ഫോൺ സൈലന്റ് ആക്കി കൺമണിയെ ഏൽപ്പിച്ചിരുന്നു. അമ്മ, ദിലീപ് അങ്കിൾ വിളിച്ചിരുന്നു എന്നവൾ പറഞ്ഞു. ഇന്ന് അബിൻ വിളിച്ച് അമ്മ ഒരു കാര്യം പറയാനുണ്ട്, സമാധാനത്തോടെ കേൾക്കണം എന്ന മുഖവുരയോടെ പറയുന്നത് വരെ ആ വിളിക്കായി ഈ കുഞ്ഞിനിയത്തി കാത്തിരുന്നു ദിലീപേട്ട. പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ. ഇന്ന് കേട്ടത് അത് എനിക്ക് കേൾക്കേണ്ട ഒന്ന് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട്. മോളെ എന്ന വിളിയോടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു പഠിക്കുന്നുണ്ട് ഞാൻ. നീ എന്റെ കുഞ്ഞു പെങ്ങളാണ് എന്ന് ആവർത്തിക്കുന്നത് കേൾക്കാൻ എന്നും മോൾക്ക് ഒപ്പമുണ്ട് എന്ന ഉറപ്പിൽ വീണ്ടും ബലപ്പെടാൻ എന്നിട്ടും മനസ്കൊതിക്കുന്നുണ്ട്. റാണി ശരൺ കുറിച്ചു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.